നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുളിങ്കര സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ ടൗൺ അമ്പ് ആകർഷകമായി. അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ അങ്കമാലി ടൗണിൽ ക്രിസ്മസ് ന്യൂ ഇയർ ട്രീ സംഘടിപ്പിച്ചു. ട്രെയിനുകളുടെ സമയത്തിൽ ബുധനാഴ്ച മുതൽ മാറ്റം. പുതിയ ട്രെയിൻ ടൈം ടേബിൾ ജനുവരി 1 മുതൽ നിലവിൽ വരും. മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണമെന്നുള്ളത് അനാചാരമാണെന്ന് ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ. ജനുവരി 1 മുതൽ 20-ലേറെ ആൻഡ്രോയിഡ് ഫോണുകളിൽ വാട്സപ്പ് ലഭിക്കില്ല. പഴയ ആൻഡ്രോയിഡ് വേർഷനുകളിലാവും ഈ പ്രശ്നം നേരിടുക. വാർത്തകൾ വിശദമായി. പുളിങ്കര സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ ടൗൺ അമ്പ് ആകർഷകമായി. ഉച്ചയ്ക്ക് പള്ളിയിൽ നിന്നിറങ്ങിയ അമ്പ് പ്രദക്ഷിണത്തിന് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ സ്വീകരണം നൽകി. കുറ്റിച്ചിറ പന്തലിൽ വൈകിട്ട് ബാൻഡ് മത്സരം സംഘടിപ്പിച്ചു. വൈകിട്ട് നൊവേന, ലതേഞ്ഞ് പൊതുസമ്മേളനം എന്നിവ നടന്നു. തുടർന്ന് അമ്പ് പ്രദക്ഷിണം കുറ്റിച്ചിറയുടെ നഗരവീഥികളിലൂടെ പള്ളിയിലേക്ക് നീങ്ങി. പള്ളിയിലെത്തിയ ശേഷം ബാൻഡ് സെറ്റുകളുടെ സ്വരതാളലയ സന്ധ്യയും വാനിൽ വർണ്ണമഴയും ഉണ്ടായി. ഒരു സന്തോഷത്തിന്റെ ആരംഭം കുറിക്കുന്ന നിമിഷങ്ങളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി പ്രിയ ഇടവകയിൽ നടന്നുവരുന്ന പെരുന്നാളിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള അങ്ങാടി അമ്പ്, ടൗൺ അമ്പ് എന്നിവിടെ ഏതാനും നിമിഷങ്ങൾ കൂടുന്ന ആരംഭിക്കും. ആഘോഷങ്ങളെല്ലാം തന്നെ അത് ഏത് മതവിഭാഗത്തിൻ്റെതായാലും ദൈവികമായി സാന്നിധ്യത്തിന് പുറമെ മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന, മനുഷ്യന്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന അവരുടെ കൂടിച്ചേരലിന്റെ വലിയൊരർത്ഥം അതിനുണ്ട്. അധ്യക്ഷ പ്രസംഗത്തിൽ സച്ചിദാനന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഘോഷങ്ങൾ അത് എല്ലാവരുടേതുമാണ്, എല്ലാവരുമായിരിക്കണം. കുറ്റിച്ചിറയിലെ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമാണെങ്കിലും, കുണ്ടുവിപ്പാടം അന്നപൂർണ്ണ ക്ഷേത്രത്തിലെ ഉത്സവമാണെങ്കിലും, നമ്മുടെ ക്രിസ്മസ്, ഓണം, വിഷു, ഈസ്റ്റർ ഇതെല്ലാം നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. പുളിങ്കര പള്ളിയുടെ തിരുനാളിന്റെ സമാപനം കുറിച്ച് പുളിങ്കര ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പുളിങ്കര യങ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അങ്ങാടി അമ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം വളരെ മനോഹരമായിട്ട് നടത്തിയ ടൗണമ്പിന്റെ മധുരിക്കുന്ന ഓർമ്മകളുമായിട്ടാണ് ഈ വർഷവും പൈമ അസോസിയേഷൻ നേതൃത്വം കൊടുക്കുക. നമുക്കറിയാം, കുറ്റിച്ചിറ നഗരവീഥികളെ, ഗ്രാമവീഥികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കേരളത്തിലെ തന്നെ ബാൻഡ് വാദ്യത്തിന്റെ രാജാക്കന്മാരായ കൈരളിയും മുണ്ടത്തിക്കോടും നേർക്കുനേർ ഒന്നിച്ച് വാദ്യതാള ലയങ്ങൾ നമുക്കായി വിസ്മയം തീർക്കുന്ന ഒരു രാത്രിയാണിത്. ായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതിൽ ഞാൻ വളരെയധികം സന്തോഷവനാണ്. പോലീസിന്റെ ജനകീയപരമായ രീതിയിലുള്ള എല്ലാ പരിപാടികളും, എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യും. അതിന് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PP ശശിധരൻ അധ്യക്ഷനായി. വെള്ളിക്കുളങ്ങര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഖ്യ അതിഥിയായി. പുളിങ്കര പള്ളി വികാരി ഫാദർ ജിജി കുന്നേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രോഗ്രാം സെക്രട്ടറി ബിജു മുണ്ടൻമാണി, ജനറൽ കൺവീനർ KG ജോസ് എന്നിവർ സംസാരിച്ചു.
കൗമാരക്കാരായ പെൺകുട്ടികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമാക്കി സേവാഭാരതി ആരംഭിച്ച പദ്ധതിയായ കിഷോരി വികാസിന്റെ ഉദ്ഘാടനം തുളസി ടീച്ചർ നിർവഹിച്ചു. ചാലക്കുടി സേവാഭാരതി പ്രസിഡന്റ് കെ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി മീഡിയ കോർഡിനേറ്റർ സൗമ്യ പ്രദേശ്, ശ്രുതി ഷൈനോ എന്നിവർ സംസാരിച്ചു. മെഡിക്കക്കൂട്ടം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച ഈ കിഷോരി വികാസ കേന്ദ്രത്തിന്റെ ആദ്യ ഏകദിന സെമിനാറിന് പ്രശസ്ത സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ സന്തോഷ് ബാബു മാസ്റ്ററും മൈൻഡ് കോച്ചും മാനേജ്മെന്റ് ട്രെയിനറുമായ പി ദീപകും മാള ഗുരുധർമ്മ ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റ് കുമാരി ഐശ്വര്യ ഗൗരിയും നേതൃത്വം നൽകി. അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ അങ്കമാലി ടൗണിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ട്രീ സംഘടിപ്പിച്ചു. റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് KU പെസിൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ്, സെക്രട്ടറി ബിജു പൂപ്പത്ത്, ട്രഷറർ ഡെന്നി പോൾ, ജില്ലാ സെക്രട്ടറി NV പോളച്ചൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് റോജിൻ ദേവസി, മുൻ ജില്ലാ സെക്രട്ടറി സനൂജ് സ്റ്റീഫൻ, ട്രഷറർ ബസിൽ മേച്ചേരി, ശ്യാം ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുറഞ്ഞ ചെലവിൽ നല്ല ഉൽപ്പന്നങ്ങൾ ലഭിക്കാവുന്ന ഒരു ക്രമീകരണവും അതുപോലെ തന്നെ ഇതിൽ നിന്ന് സമാഹരിക്കുന്ന തുക അത് പൂർണ്ണമായിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു പദ്ധതിയും വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പദ്ധതിയാണ് മർച്ചന്റ് അസോസിയേഷൻ്റെ യൂത്ത് വിങ് ഏറ്റെടുത്ത് ഇവിടെ നടപ്പിലാക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായി പ്രവർത്തന രംഗത്തുള്ള ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ അസോസിയേഷൻ്റെ യൂത്ത് വിങ്ങും പ്രവർത്തന രംഗത്ത് വളരെ കർമ്മനിരതമാണ് എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. മുടക്കം കൂടാതെ എല്ലാ വർഷവും ഈ പരിപാടി ഇവിടെ നടത്തപ്പെടുകയാണ്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. നമ്മളിൽ നേതൃത്വത്തിൽ 9ാമത്തെ ട്രീ ആണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ 8 വർഷക്കാലം വളരെ ഭംഗിയായിട്ട് നമ്മൾ നടത്തിക്കൂടാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സാമ്പത്തിക വരുമാനം നമ്മൾ അന്നദാനം എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷങ്ങൾ നല്ല ഇതിലും ചെയ്യാൻ സാധിച്ചു. അതിന് ബാക്കി ചാരിറ്റികളും ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ പ്രവർത്തന മേഖലയ്ക്ക് എല്ലാം ഇതിൻ്റെ സംഭാവന വരുമ്പോൾ അത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ പ്രവർത്തനം മാറ്റിവെച്ച് നമ്മൾ നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം ചെയ്യുന്ന വൈദ്യുതി ജീവനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KSEB അങ്കമാലി ഡിവിഷനിൽ ജീവനക്കാർ പണിമുടക്കി. KSEB വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്കി നടത്തിയ പ്രതിഷേധ യോഗത്തിൽ ഡിവിഷണൽ പ്രസിഡന്റ് KT ഷിജു അധ്യക്ഷനായി. ഓഫീസേഴ്സ് അസോസിയേഷൻ മേഖലാ കൺവീനർ MB സുരേഷ് വിഷയാവതരണം നടത്തി. ലെബിൻ ജേക്കബ്, MG മുരളീധരൻ, T യുജിനോ എന്നിവർ സംസാരിച്ചു. ഈ സമരത്തെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി അങ്കമാലി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷണൽ സെക്രട്ടറി വൈദ്യുതി മേഖല വിറ്റുതെളിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് രാജ്യം. 2000 മുതൽ ഡിപ്പാർട്ട്മെന്റും സ്വകാര്യവൽക്കരിക്കുന്ന ശ്രമങ്ങൾ നടന്നു കഴിഞ്ഞു. അത് ഏതാണ്ട് 80% പൂർത്തിയായി കഴിഞ്ഞു. ജസ്റ്റിസ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ലെറ്റർ ഓഫ് ഇന്റന്റ് കൈമാറി കഴിഞ്ഞു. രാജ്യത്തിന്റെ പൊതുസ്വത്ത് പൊതുമേഖലകളിലെല്ലാം തന്നെ വിറ്റുതുലയ്ക്കും സർക്കാരെ യന്ത്രം വാഴും സർക്കാരെ വൈദ്യുതി മേഖലയിൽ തൊട്ട് കളിച്ചാൽ താക്കീതായി പറഞ്ഞേക്കും. നോക്കി നിൽക്കാനാവില്ല. ചാലക്കുടി റോട്ടറി ക്ലബിന്റെ വൊക്കേഷണൽ അവാർഡ് നൈറ്റും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും ജനുവരി 1 7 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
റോട്ടറി ക്ലബ്ബ് ഹൌസിൽ നടത്തുന്ന ആഘോഷം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യുകയും അവാർഡ് വിതരണം നിർവഹിക്കുകയും ചെയ്യും. ചാലക്കുടി റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ വൊക്കേഷണൽ അവാർഡ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ ഡോക്ടർ ഗ്രീൻസൺ ജോർജിന് സമ്മാനിക്കും. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ലെനിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ക്ലബിന്റെ സ്മൈൽ ചാലക്കുടി പ്രോജക്ടിന്റെ ഭാഗമായി നിർധനരായ രോഗിക്ക് വീൽ ചെയർ നൽകൽ, വാഴച്ചാൽ ട്രൈബൽ സ്കൂളിൽ TV സമ്മാനിക്കൽ, 24-ാം വാർഡിൽ നിർധന കുടുംബത്തിന് വീടിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി വാസയോഗ്യമാക്കി നൽകൽ എന്നിവയും നടപ്പാക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ലെനിൻ ചന്ദ്രൻ, ട്രഷറർ PV ജോസ്, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സാബു ചക്കാലക്കൽ, വൊക്കേഷണൽ ചെയർമാൻ N കുമാരൻ, അഡ്മിൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, സ്മൈൽ ചാലക്കുടി ചെയർമാൻ അനീഷ് പറമ്പിക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു. റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ 3201 എല്ലാ ക്ലബ്ബുകളും ചെയ്തു വരുന്ന ഒരു പ്രോഗ്രാമാണ്. ക്ലബ്ബ് ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിലും വൊക്കേഷണൽ അവാർഡ് നൽകി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ഞങ്ങളുടെ വൊക്കേഷണൽ അവാർഡ് ചെയർമാൻ കുമാരയുടെ കണ്ടെത്തിയ ഈ വിൻസെന്റ് ജോർജിന് ചാലക്കുടി റോട്ടറി ക്ലബ്ബ് വൊക്കേഷണൽ അവാർഡ് ജനുവരി 1 അദ്ദേഹം CMRI സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയുടെ ഏറ്റവും ഇന്ത്യൻ ഓഷൻ അറബിക് ഓഷൻ്റെ മൊത്തം ഡയറക്ടറാണ്. ഇന്ത്യയിലെ മൊത്തം ഓഷ്യൻസിൻ്റെ സ്റ്റഡീസ് ചെയ്യുന്നത് നമ്മളധികം അറിയില്ലായിരുന്നു. ചാലക്കുടിയിലെ ഏറ്റവും പഴയ ക്ലബ്ബായ റോട്ടറി ക്ലബ്ബ് ഓഫ് ചാലക്കുടി ഈ വർഷവും എല്ലാ കൊല്ലവും കൊടുക്കാറുള്ള പോലത്തെ വൊക്കേഷണൽ അവാർഡ് ഈ മാസം 1-ാം തീയതി റോട്ടറി ഹാളിൽ വെച്ച് സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കുകയാണ്. ഇത്തവണത്തെ അവാർഡ് ജേതാവ് ഡോക്ടർ ഗ്രീൻസൺ ജോർജാണ്. അദ്ദേഹം നമ്മുടെ നാട്ടുകാരനും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ താമസക്കാരനുമാണ്. വളരെയധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള അദ്ദേഹം ഫിഷറീസിനും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും മറ്റും ഒരു ഫുൾ അതോറിറ്റിയായ ഏകദേശം 165ഓളം സയന്റിസ്റ്റിന്റെ. ട്രെയിനുകളുടെ സമയത്തിൽ ബുധനാഴ്ച മുതൽ മാറ്റം. പുതിയ ട്രെയിൻ ടൈം ടേബിൾ ജനുവരി 1 മുതൽ നിലവിൽ വരും. വേണാട്, വഞ്ചിനാട്, ഏറനാട്, പാലരുവി തുടങ്ങിയ ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റമുണ്ടാകും. നിരവധി തീവണ്ടികളുടെ വേഗം വർദ്ധിപ്പിക്കും. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് രാവിലെ 5:25 പകരം 5:20 പുറപ്പെടും. 9:40 എറണാകുളം നോർത്തിൽ എത്തും. ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് ഏറ്റുമാനൂർ മുതൽ തിരുവനന്തപുരം പേട്ട വരെയുള്ള സ്റ്റേഷനുകളിൽ ഏതാനും മിനിറ്റ് നേരത്തെ എത്തും. തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ് 4:50 പകരം 4:35 കൊല്ലത്തു നിന്നും പുറപ്പെടുക. തിരുനെൽവേലി മുതൽ എറണാകുളം നോർത്ത് വരെയുള്ള സ്റ്റേഷനുകളിൽ ട്രെയിൻ നേരത്തെ എത്തും. എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് 5:05 പകരം 5 മിനിറ്റ് വൈകി 5:10 പുറപ്പെടുക. തിരുവനന്തപുരം മാംഗ്ലൂരു ഏർനാട് എക്സ്പ്രസ് 3:35 പകരം 3:40 തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടും. രാവിലെ 6:50 കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ 6:58 ആയിരിക്കും പുറപ്പെടുക. കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ ഉച്ചയ്ക്ക് 1:40 പകരം 1:25 പുറപ്പെടും. മാംഗ്ലൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസിന്റെ വേഗം 30 മിനിറ്റ് കൂട്ടും. എറണാകുളത്ത് പുലർച്ചെ 3:10 കൊല്ലത്ത് 6:25 തിരുവനന്തപുരത്ത് രാവിലെ 8:30 എത്തും. ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് 35 മിനിറ്റ് വേഗം കൂട്ടും. രാവിലെ 9:45 പകരം 10:20 ട്രെയിൻ ചെന്നൈയിൽ നിന്നും പുറപ്പെടുക. മധുര ഗുരുവായൂർ എക്സ്പ്രസ്, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് എന്നിവ 15 മിനിറ്റും മാംഗ്ലൂരു കണ്ണൂർ പാസഞ്ചർ 40 മിനിറ്റും വേഗം കൂട്ടും. കൊല്ലം ചെന്നൈ അനന്തപുരി എറണാകുളം ബിലാസ്പൂർ ട്രെയിനുകളുടെ വേഗം 15 മിനിറ്റ് 10 മിനിറ്റ് എന്നിങ്ങനെ കൂട്ടും. തിരുവനന്തപുരം നോർത്ത് യശ്വന്തപുര AC വീക്ക്ലി സൂപ്പർഫാസ്റ്റ് ട്രെയിൻ എക്സ്പ്രസ് ആക്കി മാറ്റും. തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് നീട്ടുന്നത് പുതിയ പാമ്പൻ പാലം കമ്മീഷൻ ചെയ്ത ശേഷമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഇനിയൊരു ഇടവേള.